ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന വ്യക്തി. പക്ഷേ അതിനേക്കാൾ ഉപരി അദ്ദേഹം തൻ്റെ രാജ്യത്തെ ഓരോ വ്യക്തികളെയും കുറിച്ച് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ് എന്നറിയുമ്പോൾ നമ്മളെല്ലാവരും ഭാഗ്യമുള്ളവരാണ് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പറയാൻ സാധിക്കും. ഇന്ന് വളരെ പ്രത്യേകതയുള്ള അതും അപൂർവമായ ഒരു കാഴ്ച ദില്ലി വിമാനത്താവളത്തിൽ നടന്നു. ദില്ലി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. ഏകദേശം 45 മിനിറ്റോളം തൻ്റെ യാത്ര മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ അദ്ദേഹം കാത്തുനിന്നു. ആർക്കു വേണ്ടിയാണെന്ന് അറിയണ്ടേ? നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാത്തിരിപ്പ് രാജ്യമൊട്ടാകെ ചർച്ചയാവുകയാണ്. അന്താരാഷ്ട്ര യോഗാ ദിനാചരണമായിരുന്നല്ലോ ഇന്ന്. അതിന്റെ ഭാഗമായി കൊൽക്കത്തയിൽ നടന്ന ചടങ്ങുകൾക്ക് ശേഷം ദില്ലിയിൽ മടങ്ങിയെത്തിയതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ട സമയം നോക്കുമ്പോൾ നീറ്റ് പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന സമയമാണ്. എന്തായാലും നരേന്ദ്രമോദിയുടെ യാത്ര ഉണ്ടാകുമ്പോൾ അവിടെ ട്രാഫിക് തടസ്സങ്ങൾ ഉണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഏകദേശം 45 മിനിറ്റോളം അദ്ദേഹം വിമാനത്താവളത്തിൽ തന്നെ നീറ്റ് വിദ്യാർത്ഥികൾക്കായി കാത്തിരുന്നത്. ഉച്ചയ്ക്ക് 1:15 പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിച്ച വിമാനം ദില്ലി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. സാധാരണ പ്രധാനമന്ത്രിയുടെ കോൺവോയ് കടന്നു പോകുമ്പോൾ സുരക്ഷാ പ്രോട്ടോകോളൊക്കെ നോക്കുന്നതനുസരിച്ച് VVIP റൂട്ടുകളിൽ കർശനമായ ട്രാഫിക് നിയന്ത്രണങ്ങളുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് രാജ്യത്തുടനീളം നീറ്റ് പുനഃപരീക്ഷ ആരംഭിക്കുന്നത്. പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പോകുന്ന ആ ഒരു ലാസ്റ്റ് മൊമെന്റ്, ആ സമയത്ത് തന്റെ വാഹന വ്യൂഹം കാരണം നഗരത്തിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകരുത് എന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് പരീക്ഷ കൃത്യസമയത്ത് ആരംഭിക്കുന്നതുവരെ, അതായത് 2 മണിവരെ, 1:15 എത്തിയ വ്യക്തിയാണ്, 2 മണിവരെ വിമാനത്താവളത്തിൽ തന്നെ തുടർന്നു. അതിനുശേഷം മാത്രം തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് ക്രമക്കേടുകളും കാരണം മുൻപ് റദ്ദാക്കേണ്ടി വന്ന നീറ്റ് എൻട്രൻസ് പരീക്ഷ കനത്ത സുരക്ഷാ വലയത്തിലാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലായി 5440 കേന്ദ്രങ്ങളിലും വിദേശത്തെ 14 കേന്ദ്രങ്ങളുമായി 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. പരീക്ഷയുടെ ചരിത്രത്തിൽ ആദ്യമായി ചോദ്യപേപ്പർ സുരക്ഷിതമായി എത്തിക്കാൻ വ്യോമസേനയുടെ സഹായം ഉൾപ്പെടെ തേടിയിരുന്നു. എന്തായാലും നീറ്റ് വിദ്യാർത്ഥികളുടെ പരീക്ഷ എന്ന് പറയുന്നതും തന്റെ കർത്തവ്യങ്ങളിൽ വരും എന്ന ആ സ്വയം സേവകന്റെ തിരിച്ചറിവ്, ആ ബോധം തന്നെയാണ് അദ്ദേഹത്തെ കൃത്യസമയത്ത് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതും. അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവൃത്തി ഇപ്പോൾ രാജ്യവ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതും. ഇതായിരിക്കണം ഒരു ഭരണാധികാരി എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ അദ്ദേഹം രാജ്യത്തെ കാണിച്ചു തരികയാണ്, ഒപ്പം ലോകത്തെ കാണിച്ചു തരികയാണ്. ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ ബാക്കിയുള്ളവരുടെ മനസ്സിൽ ഇത് വലിയ കാര്യമൊന്നുമല്ല എന്ന് തോന്നും. പക്ഷേ ഈ ചെറിയ കാര്യങ്ങളാണ് അദ്ദേഹത്തെ മറ്റു ഭരണാധികാരികളിൽ നിന്ന്, അത് രാജ്യം ഭരിച്ച മറ്റു ഭരണാധികാരികളാകട്ടെ, ലോകം കണ്ട മറ്റു ഭരണാധികാരികളാകട്ടെ, അവരിൽ നിന്നൊക്കെ അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ.